Welcome to our channel, Learn with Sparkhops. Hi Na. Hi Mate. What did you learn in the last class? I learned that the is a definite article and to pronounce the before vowel sounds and the before consonant sounds. അതെ, ദാ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഒപ്പം കൂടാതെ വവൽ സൗണ്ട്സിന് മുൻപിലായിട്ട് ദി എന്നും കോൺസണന്റ് സൗണ്ട്സിന് മുൻപിലായിട്ട് ദ എന്നും നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ എന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. യുണീക് തിങ്സ് ആയ സൺ, മൂൺ, സ്കൈ എന്നിവയ്ക്ക് മുമ്പിലും നമ്മൾ ദ യൂസ് ചെയ്യാൻ പഠിച്ചിരുന്നു. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യം മുതൽ കാണണം, ഒപ്പം ഷോർട്സും കാണണം. എന്നാലാണ് നിങ്ങൾക്ക് ആർട്ടിക്കിൾസിനെ കുറിച്ച് ശരിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എത്രമാത്രം നിങ്ങൾ വീഡിയോ ആവർത്തിച്ച് കാണുന്നുവോ അത്രമാത്രം നിങ്ങൾക്കത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. When to use the എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ബിഫോർ ദ നെയിംസ് ഓഫ് റിവേഴ്സ്, മൗണ്ടൻ റേഞ്ചസ്, seas and oceans, well-known buildings. അതായത് റിവേഴ്സ്, മൗണ്ടൻ റേഞ്ചസ്, സീസ് ആൻഡ് ഓഷ്യൻസ്, വെൽ-നോൺ ബിൽഡിങ്സ് എന്നിവയുടെ മുമ്പിലായിട്ടും നമ്മൾ ദ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. റിവേഴ്സ്, ദ ഗംഗ, ദ നർമ്മദ, ദ നൈൽ, ദ ബ്രഹ്മപുത്ര. അപ്പോൾ അന്നയ്ക്ക് മനസ്സിലായില്ലേ ഏതൊക്കെ റിവേഴ്സിൻ്റെ മുമ്പിലാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ആ റിവേഴ്സിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. The Ganga, the Narmada, the Nile, the Brahmaputra. Next one, mountain ranges. The Himalayas, the Aravallis. അപ്പോൾ നമ്മൾ മൗണ്ടൻ റേഞ്ചസിൻ്റെ കൂടെയും ദ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ മൗണ്ടൻ റേഞ്ചസ് ആണെന്ന് നോക്കിയാലോ. അപ്പം അതൊക്കെ റീഡ് ചെയ്തേ. The Himalayas, the Aravallis. Oh, right. Next one, seas and oceans. The Arabian Sea, the Indian Ocean. അപ്പോൾ തന്നെ The Arabian Sea, the Indian Ocean. Next one, well-known buildings, അതായത് famous buildings. The Taj Mahal, the India Gate, the Charminar, the Hawa Mahal. അപ്പോൾ തന്നെ The Taj Mahal, the India Gate, the Charminar, the Hawa Mahal. Next one, holy books, newspapers, some countries, deserts. അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, പത്രങ്ങൾ, ചില രാജ്യങ്ങൾ, മരുഭൂമികൾ എന്നിവയ്ക്ക് മുമ്പിലായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹോളി ബുക്സ്, ദ ഗീത, ദ ബൈബിൾ, ദ ഖുറാൻ. അന്നേ The Gita, the Bible, the Quran. Newspapers, the Hindustan Times, the Times of India. Anne The Hindustan Times, the Times of India. Okay. Next one, some countries. The Netherlands, the United States of America, the United Arab Emirates. Anne The Netherlands, the United States of America, the United Arab Emirates. Okay, next one, deserts. The Sahara Desert, the Gobi Desert, the Mojave Desert. I repeat, the Mojave Desert. Anne The Sahara Desert, the Gobi Desert, the Mojave Desert. Okay. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോയാലോ. നെക്സ്റ്റ് വൺ, ട്രെയിൻസ്, ഷിപ്സ്, എയ്റോപ്ലെയിൻസ്. അതായത് തീവണ്ടികൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയ്ക്ക് മുമ്പിലായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ദ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കാം. ട്രെയിൻസ്, ദ താജ് എക്സ്പ്രസ്, ദ രാജധാനി എക്സ്പ്രസ്. അപ്പോൾ അതൊന്നുകൂടെ റീഡ് ചെയ്തേ. The Taj Express, the Rajdhani Express. ഷിപ്സ്, അപ്പോൾ കപ്പലുകളുടെ തന്നെ വായിച്ചു. The Titanic, the Queen Mary. Aeroplanes, the Concorde, the Boeing 747. It is often called the jumbo jet or queen of the skies. പലപ്പോഴും നമ്മൾ അതിനെ ജംബോ ജെറ്റ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് സ്കൈസ് എന്നാണ് വിളിക്കുന്നത്.
അപ്പൊ നീ ഇതൊന്ന് റീഡ് ചെയ്തേ. The coin got the Boeing 747. നെക്സ്റ്റ് വൺ ബിഫോർ സൂപ്പർലൈറ്റീവ് ഡിഗ്രി. അതായത് നമ്മൾ സൂപ്പർലൈറ്റീവ് ഡിഗ്രിക്ക് മുമ്പിലും എന്താ യൂസ് ചെയ്യാ? ദാ യൂസ് ചെയ്യും. ദയാണ് യൂസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്താണ് സൂപ്പർലൈറ്റീവ് ഡിഗ്രി എന്ന് നമുക്കൊന്ന് നോക്കാം. The superlative degree is a form of comparison that, അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നത് ഒരു താരതമ്യത്തിൻ്റെ രൂപമാണ്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എക്സ്പ്രസ്സസ് the highest or most extreme degree of a quality or characteristics among 3 or more things. അതായത് 3 അതിലധികമോ കാര്യങ്ങളിൽ ഒരു ഗുണത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ ഏറ്റവും ഉയർന്നതോ അല്ലെങ്കിൽ ഏറ്റവും തീവ്രവുമായ അളവ് പ്രകടിപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് 3 അതിലധികമോ കാര്യങ്ങളിൽ ഒരു ഗുണത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ ഏറ്റവും ഉയർന്നതോ അല്ലെങ്കിൽ ഏറ്റവും തീവ്രവുമായ അളവ് പ്രകടിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണിത്. ഇനി നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുൻപിലായിട്ട് ദ എന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ യങ്ങസ്റ്റ് സൺ, അതായത് ഇളയ മകൻ. അപ്പോൾ ഇവിടെ ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് യങ് എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമായിട്ട് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? യങ്ങസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ദ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്തോ ഒരുമിച്ച് വായിക്കുക? ദ യങ്ങസ്റ്റ്. യങ്ങസ്റ്റ് എന്നാണ് വായിക്കാം. ഇനി അടുത്ത നോക്കാം. 3 Idiots was the best movie of 2010. അതായത് 2010 ഏറ്റവും മികച്ച സിനിമയായിരുന്നു 3 Idiots. അപ്പോൾ ഇവിടെ ദ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ഗുഡ് എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമായിട്ട് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? ബെസ്റ്റ്. ബെസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അപ്പം ഇതിനെ നമ്മൾ എന്താ ഒരുമിച്ച് വായിക്കാം? ദ ബെസ്റ്റ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഷീ ഈസ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഐ നോ. എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷവതിയായ വ്യക്തി അവളാണ്. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹാപ്പിയുടെയാണ്. അപ്പം അത് ഏതാണ്? ഹാപ്പിയസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്തു. അപ്പം നമ്മൾ അതിനെ ഒരുമിച്ച് വായിക്കാം ദ ഹാപ്പിയസ്റ്റ് എന്നാണ്. ഇനി ഇതിലെല്ലാത്തിലും നമുക്ക് കാണാവുന്ന ഒരു കോമൺ ഫാക്റ്റ് ഉണ്ട്. അതെന്താണ്? എല്ലാത്തിലും എന്താണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും ഇളയ മകൻ. ഇവിടെയോ ഏറ്റവും മികച്ച സിനിമ. ഇതിനകത്തോ ഏറ്റവും സന്തോഷവതിയായ വ്യക്തി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഏറ്റവും കൂടുതൽ ഉയർന്നതിനെയോ അല്ലെങ്കിൽ തീവ്രമായ അളവിനെയോ പ്രകടമാക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെയാണ് നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ ഡിറക്ഷൻസ്. ദ നോർത്ത്, ദ സൗത്ത്. അതായത് നോർത്ത് സൗത്ത് പോലുള്ള ഡിറക്ഷൻസിന് മുൻപിലായിട്ടും നമ്മൾ എന്താ യൂസ് ചെയ്യുക? അപ്പം അതൊന്ന് വായിച്ചേ. ദ നോർത്ത്, ദ സൗത്ത്. ഇനി ബിഫോർ വേർഡ്സ് ലൈക്ക് ഫസ്റ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ്, ഒൺലി. അപ്പോൾ ഫസ്റ്റ്, ലാസ്റ്റ്, നെക്സ്റ്റ്, ഒൺലി എന്നീ വാക്കുകൾക്ക് മുമ്പിലായിട്ട് തീർച്ചയായും നമ്മൾ എന്താ യൂസ് ചെയ്യുക? അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റിൻ്റെ നോക്കാം. ദ ഫസ്റ്റ് റോ, അതായത് ആദ്യ വരി. രണ്ടാമത്തെ ദ ഫസ്റ്റ് പേജ്, ആദ്യത്തെ പേജ്. ഇനി നമുക്ക് ലാസ്റ്റിനെ നോക്കാം. ദ ലാസ്റ്റ് ബെഞ്ച്, അവസാന ബെഞ്ച്. ദ ലാസ്റ്റ് പേജ്, അവസാന പേജ്. ഇനി ഒള്ളിയുടെ നമുക്ക് നോക്കാം. ദ ഒൺലി സൺ, അതായത് ഏക മകൻ. ദ ഒൺലി സൊല്യൂഷൻ, ഏക പരിഹാരം. ഇനി അടുത്തത് നെക്സ്റ്റിൻ്റെ നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് മീറ്റിംഗ്, അതായത് അടുത്ത മീറ്റിംഗ്. ദ നെക്സ്റ്റ് ബുക്ക്, അടുത്ത പുസ്തകം. ഇനി അന്ന് ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് വായിച്ചേ. ദ ഫസ്റ്റ് റോ, ദ ഫസ്റ്റ് പേജ്, ദ ലാസ്റ്റ് ബെഞ്ച്, ദ ലാസ്റ്റ് പേജ്, ദ ഓൺലി സൺ, ദ ഓൺലി സൊല്യൂഷൻ, ദ നെക്സ്റ്റ് മീറ്റിംഗ്, ദ നെക്സ്റ്റ് ബുക്ക്. ഇന്നതൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ദായുടെ യൂസസ് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ബാക്കിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.